friends, welcome back my channel. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ കുറേ നാളുകളായിട്ടുണ്ട് ഒരു പാർലർ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഹെയർ കളറിങ് വീഡിയോ ആണ്. നമ്മൾ തലയിലല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒരു പിഞ്ച് ഹെയർ എടുത്തിട്ട് ആ ഹെയറിൽ നിങ്ങൾക്ക് ഒരു നല്ല ബീട്രൂട്ട് കളർ പോലത്തെ പിങ്ക് വയലറ്റ് കളർ പോലത്തെ കളറ് നമ്മൾ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഹെയർ കളർ ചെയ്യുന്ന രീതിയും അതിൽ നമ്മൾ എന്തൊക്കെ മിക്സ് ചെയ്യുന്നു, മിക്സിങ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂ. ഞാൻ വേറെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ പോലെ ഒരു വീഡിയോ ആണ്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ കളർ ചെയ്യാൻ പോവാണ്. കളർ ചെയ്യുന്നതിന് മുന്നേ ഒരു വയലറ്റ് കളറാണ് നമ്മൾ കൊടുക്കുന്നത് ഹെയറിന്. അപ്പോൾ അതിന് മുന്നായിട്ട് ഹെയറിനെ നമ്മൾ ബ്ലീച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ബ്ലീച്ചിന് വേണ്ട ബ്ലെൻഡർ പൗഡർ എടുത്തിട്ടുണ്ട്. വേണ്ട 20 വോളിയാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരു സ്പൂൺ ബ്ലെൻഡർ പൗഡറിന് നമ്മൾ 2 ടീസ്പൂൺ വോളിയം 20 വോളിയാണ് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ബ്ലീച്ച് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പകുതി ഭാഗമാണ് ചെയ്യുന്നത്. അതുതന്നെ വേറെ ഹെയറിന് വേറെ ഹെയറിനോട് നമ്മൾ ചെയ്ത് കൊടുക്കാം. നല്ല ബ്ലാക്ക് ഹെയറാണ്. നമുക്ക് ഇനി ഇത് ഒരു 20 മിനിറ്റോളം നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കളർ ചേഞ്ച് ആകുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം. ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ടൈം വെക്കണം. ഓക്കെ, ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ആ സമയം കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വയലറ്റ് ഷെയ്ഡാണ് മിക്സ് ചെയ്തത്. ഇത്തിരി ബീട്രൂട്ട് കളർ പോലെ തോന്നും. ഇത് ഞാൻ 1:1 എന്ന അനുപാതത്തിലാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിൽ ക്രീമും ഡെവലപ്പറും കൂടി 1:1. നമുക്ക് ഹെയറിൽ ബ്ലഡർ ഇട്ടിട്ട് ചേഞ്ച് ആയോ നോക്കാം. ചേഞ്ച് വന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇത്രയ്ക്ക് മതിയാവും. ഓക്കെ, നമുക്കിന്നെ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിക്കാൻ പറ്റാത്തത്, ഇങ്ങനെ ഇളകുന്നത്. നമ്മൾ ഹെയറിൽ ചെയ്യുമ്പോൾ അറിയാലോ. അപ്പോൾ ഹെയർ കളർ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഹെയർ കളറിങ്ങിൻ്റെ പ്രൊസീജിയർ. മിക്സിങ് കറക്റ്റായാൽ നമ്മുടെ ഹെയർ
കളർ ചെയ്തെടുക്കാം. അപ്പോൾ കളർ തട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ കളറ് ആയിട്ടുണ്ട്. നമുക്കിത് വാഷ് ഓഫ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത ഹെയറാണ് ഈ കാണുന്ന കളറ്. നല്ല വെൽവെറ്റ് കളറ്, ബീട്രൂട്ട് കളറായിട്ടുണ്ട്. നന്നായിട്ടില്ലേ? നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ എല്ലാവരും ഹെയർ കളർ ചെയ്യാൻ പഠിച്ചില്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.